നമസ്കാരം. മലയാള സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായ വില്ലൻ വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ നടനാണ് എ രാജേന്ദ്രൻ. ഇന്ന് രാവിലെയായിരുന്നു മലയാള സിനിമയിലെ പ്രമുഖ നടനും സംവിധായകനുമായ എ രാജേന്ദ്രൻ വിടവാങ്ങുന്നത്. 71 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. നടനും MLA-യുമായ M. മുകേഷിന്റെ സഹോദരി സന്ധ്യയുടെ ഭർത്താവാണ് എ രാജേന്ദ്രൻ. കൊല്ലം പട്ടത്താനത്തെ വീട്ടിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ആശുപത്രിയിലെത്തിച്ച ശേഷം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു നടൻ. അസുഖത്തെ തുടർന്ന് സിനിമാ, സീരിയൽ, നാടകരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച തൃശ്ശൂരിൽ വെച്ച് നടക്കും. മലയാള സിനിമയ്ക്ക് മറ്റൊരു നഷ്ടം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. കളിയാട്ടമടക്കം 60ഓളം ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പട്ടാഭിഷേകത്തിലെ ബലരാമനും, കളിയാട്ടത്തിലെ ഉണ്ണിത്തമ്പുരാനും, പ്രണയവർണ്ണങ്ങളിലെ വല്യേട്ടനും, നരസിംഹത്തിലെ രാമകൃഷ്ണൻ എന്ന റോളുമെല്ലാമാണ് രാജേന്ദ്രൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാകാൻ കാരണമായ കഥാപാത്രങ്ങളിൽ ചിലത്. സിനിമയിൽ മാത്രമല്ല, കൂടാതെ ടെലിവിഷൻ പരമ്പരകളിലും നിരവധി കാമ്പുള്ള കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൊല്ലം കാളിദാസ് കലാകേന്ദ്രത്തിന്റെ മുഴുവൻ നാടകങ്ങളും ഒ. മാധവന്റെ വിയോഗത്തിനു ശേഷം സംവിധാനം ചെയ്തത് എ രാജേന്ദ്രനായിരുന്നു. കാളിദാസ് വിഷ്വൽ മീഡിയയുടെയും ഉടമയായിരുന്നു. സിനിമാ നടൻ ദിവ്യദർശൻ മകനാണ്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷൻ ചെയർമാനായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു അഭിനേതാവ് എന്ന രീതിയിൽ എ രാജേന്ദ്രനെ മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല. സഹനടൻ വില്ലൻ വേഷങ്ങളാണ് എ രാജേന്ദ്രന് സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിക്കൊടുത്തത്. പൂനെയിലെ പഠനശേഷം നാട്ടിലെത്തിയ സന്ദർഭത്തിലാണ് ഒ. മാധവന്റെ മകളും മുകേഷിന്റെ സഹോദരിയുമായ സന്ധ്യയെ രാജേന്ദ്രൻ പരിചയപ്പെടുന്നതും ഇരുവരും വിവാഹിതരാകുന്നതും. തൃത്തല്ലൂരിലെ ഏങ്ങൂർ തറവാട്ടിലെ അയ്യപ്പന്റെയും സുമതിയുടെയും മകനായിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം. തൃത്തല്ലൂർ UP സ്കൂളിലെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സ്കൂൾ സാഹിത്യ സമാജവുമായി ബന്ധപ്പെട്ട് നാടകാവതരണങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് 1ാം റാങ്കോടെയാണ് ബിരുദം പൂർത്തിയാക്കിയത്. തുടർന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. നാടകൃത്തായ ജോസ് ചിറമലിന്റെ സഹായത്തോടെ ഒരു റഷ്യൻ നോവൽ രാജേന്ദ്രൻ നാടകമാക്കി മാറ്റിയിട്ടുണ്ട്. 1987 ഏറ്റവും മികച്ച നാടകത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ഈ നാടകത്തിനായിരുന്നു. പ്രണയവർണ്ണങ്ങൾ, കളിയാട്ടം, പട്ടാഭിഷേകം, നരസിംഹം, തച്ചിലെടുത്ത് ചുണ്ടൻ, മീശമാധവൻ തുടങ്ങിയവയാണ് താരം അഭിനയിച്ച സിനിമകൾ ചിലത്. കഴിഞ്ഞ വർഷം അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് വോട്ട് രേഖപ്പെടുത്താൻ രാജേന്ദ്രൻ എത്തിയിരുന്നു. അസുഖം മൂലമുള്ള അവശതകൾ അന്നേ പ്രകടമായിരുന്നു. എന്നിരുന്നാലും ചിലർ നടനെ കാര്യം അറിയാതെ വിമർശിച്ച് കമന്റുകൾ കുറിച്ചപ്പോൾ പ്രതികരിച്ചത് നടന്റെ സിനിമകൾ കണ്ട് വളർന്ന ഒരു പറ്റം സിനിമാ പ്രേമികളായിരുന്നു. കാലം കടന്നു പോകും, വാർദ്ധക്യം വിരുന്നു വരും, നാളെ നമ്മളും ഇതേ അവസ്ഥയിൽ എത്തിച്ചേരും, ഇദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളെല്ലാം മികച്ചതായിരുന്നു എന്നായിരുന്നു അന്ന് പലരും കുറിച്ചത്. അന്ന് രാജേന്ദ്രനും പ്രതികരിച്ചെത്തിയിരുന്നു. ഷുഗർ നിയന്ത്രിക്കാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തടി കുറച്ചതാണ്. പിന്നെ പ്രായവും കൂടി വരികയല്ലേ. എൻ്റെ മകൻ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു നിർമ്മാണ കമ്പനിയുണ്ട്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറാണ് ഞാൻ. എനിക്ക് എന്തിനാണ് അമ്മയിൽ നിന്നും പെൻഷൻ? പിന്നെ നടൻ ദേവൻ എൻ്റെ ബന്ധുവാണ്. അദ്ദേഹത്തിന്റെ വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അന്ന് അമ്മയിൽ വന്നത് തന്നെ. അമ്മയിൽ പെൻഷൻ വാങ്ങാൻ എത്തിയതാണെന്നുള്ള പരിഹാസ കമന്റുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അന്ന് കൃത്യമായി പ്രതികരിച്ച് എ രാജേന്ദ്രനും ഭാര്യ സന്ധ്യയും എത്തിയത്. എന്തായാലും മലയാള സിനിമാ നാടക ലോകത്തിന് ഏറ്റവും വലിയ നഷ്ടമാണ് എ രാജേന്ദ്രന്റെ വിയോഗം. അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ ഇന്ന് മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അതേസമയം മുൻപ് കൈരളി TVക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ സന്ധ്യ രാജേന്ദ്രൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ പഠിക്കാൻ പോയപ്പോഴുള്ള പരിചയമാണ് ചേട്ടനുമായുള്ള പ്രണയം. പക്ഷേ വീട്ടിൽ പിടിക്കുന്ന തരത്തിലൊന്നും ആയില്ല. ചേട്ടൻ മാന്യമായി വന്ന് പെണ്ണ് ചോദിച്ചു. എൻ്റെ വീട്ടിലും എല്ലാവർക്കും സമ്മതമായിരുന്നു. പക്ഷേ ചേട്ടൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അന്നൊക്കെ തെക്ക് നിന്ന് പെണ്ണെടുക്കില്ല എന്നുണ്ടായിരുന്നു അത്രേ. പിന്നീട് സംസാരിച്ച് ഇരു കുടുംബവും നിന്ന് നടത്തിയ വിവാഹമാണ്. സന്ധ്യയിൽ എന്താണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ രാജേന്ദ്രൻ പറയുന്നത് പതിവ് ക്ലീശേ പെണ്ണല്ല സന്ധ്യ. പെണ്ണായാലും ഇങ്ങനെ വേണം എന്ന് ചിന്തയൊന്നും ഇല്ലാത്ത ആളാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ എൻ്റെ ഭ്രാന്തൻ ചിന്താഗതികൾ മനസ്സിലാക്കാനും അതിനൊപ്പം നിൽക്കാനും സന്ധ്യയ്ക്ക് കഴിയും. അതിനൊക്കെ അപ്പുറം നാടകപ്രേമിയായി എനിക്ക് സന്ധ്യ ഒ. മാധവൻ എന്ന പ്രഗത്ഭ കലാകാരന്റെ മകളാണെന്നതും വലിയ കാര്യമായി തോന്നിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിവാഹം കഴിഞ്ഞതു മുതൽ ഒരിക്കൽ പോലും ഞങ്ങൾ മാറി നിന്നിട്ടില്ല. എവിടെ പോയാലും ഒരുമിച്ചാണ്. ഇടയ്ക്ക് ചേട്ടൻ കളിയാക്കി പറയും, അന്ന് പിടിച്ച പിടി അവളിതുവരെ വിട്ടിട്ടില്ല എന്ന്. ഇടയ്ക്ക് സീരിയലിൽ ചേട്ടന്റെ ഭാര്യാവേഷത്തിന് നടിമാരെ കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറയുമായിരുന്നു. ജീവിതത്തിൽ മുഴുവനും അവൾക്കൊപ്പം തന്നെയാണ്. ഒന്ന് മാറ്റാമെന്ന് ചേട്ടൻ തമാശ പറയാറുണ്ട് എന്ന് സന്ധ്യ അന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിനിടയിൽ രാജേന്ദ്രന് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. അന്ന് ആശുപത്രിയിലായപ്പോഴാണ് എനിക്കും മകനും അദ്ദേഹം എത്രത്തോളം പ്രാധാന്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. കൂടെയില്ലാതെ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടത് അപ്പോഴാണെന്ന് സന്ധ്യ പറഞ്ഞിരുന്നു. അതേസമയം രാജേന്ദ്രന്റെ മരണവാർത്ത അറിഞ്ഞ നടുക്കത്തിലാണ് ആരാധകർ. ആരോഗ്യകരമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെങ്കിലും സീരിയൽ രംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു. സിനിമാ പ്രൊഡ്യൂസർ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം പാക്കപ്പ് വരെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇല്ല എന്നത് സഹപ്രവർത്തകർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും സീരിയൽ പ്രൊഡക്ഷനിലും കൊല്ലം കാളിദാസ് കലാക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. പട്ടാഭിഷേകത്തിലെ വില്ലൻ വേഷം ഉൾപ്പെടെ രാജേന്ദ്രൻ ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്.
സിനിമാ അഭിനയത്തിൽ നിന്ന് അദ്ദേഹം കുറേയേറെ കാലമായി മാറി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു അടുത്തിടെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലും വൈറലായത്. താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് സമയത്തെത്തിയ ആ ഫോട്ടോയ്ക്ക് പിന്നാലെ പല കിംവദന്തികളും പ്രചരിച്ചു. അതുവരെ കണ്ടിരുന്ന മുഖമോ രൂപമോ ഒന്നും ആയിരുന്നില്ല ആ ഫോട്ടോയിൽ അദ്ദേഹത്തിന്. ഗുരുതരമായ അസുഖമാണ്, അമ്മയിൽ നിന്നുള്ള പെൻഷൻ കാശുകൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ പല വാർത്തകളും പ്രചരിച്ചു. എന്നാൽ അതിന് വിശദീകരണം നൽകി രാജേന്ദ്രനും ഭാര്യ സന്ധ്യയും നൽകിയ അഭിമുഖവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. അതേസമയം നല്ല വേഷങ്ങൾ വരാത്തതുകൊണ്ടും പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് തിരക്കുകൾ ഉള്ളതിനാലും അഭിനയത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കുകയും ചെയ്തെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു.